നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി. നമ്മുടെ ചാനൽ ഫാബുലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ 3 നമ്പർ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക. ഒപ്പം എത്ര മീറ്ററാണ് വേണ്ടതെന്നും കൂടെ പറയുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 3 നമ്പറുകളിൽ നിങ്ങൾക്ക് കോൾ ചെയ്താൽ കിട്ടുന്നതല്ല. അപ്പോൾ വർക്കിംഗ് അവേഴ്സിൽ കസ്റ്റമർ കെയർ നമ്പർ അത് ഡിസ്ക്രിപ്ഷനിൽ ആദ്യം ഉണ്ട്. അതിൽ മാത്രമേ വിളിച്ചാൽ കിട്ടുള്ളൂ. കഴിയുന്നതും മെസ്സേജ് അയച്ചിടുക. കാരണം അവർക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. കാരണം പെട്ടെന്ന് നോക്കി വരുന്നത് കാരണം ഉള്ളതുകൊണ്ട് കേട്ടോ. പിന്നെ ഇതിനെല്ലാം സമയക്കുറവുള്ളവർക്കായിട്ട് ഇതെല്ലാം ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഷോർട്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമുള്ളത് നോക്കി ഓർഡർ ചെയ്യാം. അപ്പോൾ ഇതാ കാത്തിരുന്ന അജ്രക്സ് എത്തിയിട്ടുണ്ട്. അജ്രക്കിൽ ഇതെല്ലാം ഓരോ ബണ്ടിൽ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഓരോന്നിൽ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഇത്രയും വെറൈറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കളർ വൈസ് അല്ല, ഞാൻ ഓരോ പ്രിന്റ് വൈസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് കാണാം 44 ഇഞ്ച് വെടുത്ത് വരുന്ന പ്യുവർ കോട്ടൺ അജ്രക്കാണ് ഇത് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത്. നമുക്ക് വിത്തൗട്ട് ലൈനിങ് വേണമെങ്കിലും ചെയ്യാം. വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. 44 ഇഞ്ചാണ് വെടുത്ത് വരുന്നത്. 190 190 രൂപ ഇങ്ങനെ വരുന്നു ഫസ്റ്റ് പ്രിന്റ്. നെക്സ്റ്റ് ഇതാ വരുന്നു അതേ ഡിസൈനിൽ ബ്ലാക്ക് ഇത് അങ്ങനെ വരുന്നു. ഇങ്ങനെ വെച്ച് പോണേ. നെക്സ്റ്റ് വരുന്നു അതിൻ്റെ തന്നെ ഓറഞ്ച് ഇത് അങ്ങനെ വരുന്നു 190. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് ബോട്ടം അങ്ങനെ രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ള രീതിയിലൊക്കെ സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നു അതിൽ യെല്ലോ കളറിൽ ഇത് അങ്ങനെ വരുന്നു. ഈ ഒരു പ്രിന്റിൽ ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് അതിൽ ഇൻഡിഗോ വരുന്നു. അപ്പോൾ അജ്രക്കാണ്, പ്യുവർ കോട്ടൺ ആണ്. പ്രത്യേകിച്ച് ഇൻഡിഗോ ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ഒട്ടും ഇങ്ങനെ ആക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്തപ്പോൾ തന്നെ കണ്ടോ കയ്യിൽ വരും. ഇതൊരു എക്സസ് കളറാണ്. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ മെഷീനിലൊക്കെ ആയിന്ന് വരാം. അത് ഡിഫക്റ്റ് അല്ല. നിങ്ങൾക്ക് പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടി പറയുന്നത്. ഇതെല്ലാം പ്യുവർ കോട്ടൺ ആണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. അതിൽ നെക്സ്റ്റ് കളർ ഇത് അങ്ങനെ വരുന്നു. ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് അങ്ങനെ വരുന്നു. അപ്പോൾ ഇത് കണ്ടോ ഇത്രയും 5 കളേഴ്സിൽ ഇതങ്ങനെ വരുന്നു. 1 2 3 4 5 6 കളേഴ്സിലാട്ടോ 6 കളറിൽ പ്രിന്റുകൾ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ഇതിന് ചേരുന്ന ബോട്ടം മെറ്റീരിയൽ എല്ലാം ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് വെച്ച് കാണിക്കും. ഓരോ കളർ വൈസ് കഴിയുമ്പോൾ അത് കാണിച്ചു തരാം. ഷോർട്സിൽ ഞാൻ അങ്ങനെ കൂടെ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പ്രിന്റ് ഇത് അങ്ങനെ വരുന്നു. ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ വരുന്നു. ഗ്രീൻ കളറിൽ ഇങ്ങനെ വരുന്നു. 190 ഇങ്ങനെ വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പ്രിന്റും വലിയ പ്രിന്റും കൂടെ ചേർത്ത് യോക്ക് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാം. പ്യുവർ കോട്ടൺ അജ്രക് ഫാബ്രിക്സ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. അതിൽ യെല്ലോ വരുന്നത് എങ്ങനെ 190 റുപ്പീസ് പെർ മീറ്റർ, 190 രൂപ. അപ്പോൾ സെക്കൻഡ് ഡിസൈൻ കഴിഞ്ഞു. ഇത് തേർഡ് പ്രിന്റ് ഇത് അങ്ങനെ വരുന്നു. അപ്പോൾ ഇതെല്ലാം ഓരോന്നിന്നും ഓരോ പ്ലേറ്റ് പോരട്ടെ എന്ന് പറയുന്ന പോലെ അങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് പാനൽ കട്ട് പോലെയൊക്കെ ഡിസൈൻ ചെയ്യാം. ഇങ്ങനെ വരുന്നു 190 190 രൂപ ഇങ്ങനെ വരുന്നു. അജ്രക് കോട്ടൺ കളക്ഷൻസ് ആണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രിന്റിൽ ഇതങ്ങനെ വരുന്നു. ഇത്രയും കളേഴ്സ് ഇതിൽ ഇതങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു 190. നെക്സ്റ്റ് പ്രിന്റ് ഇതങ്ങനെ വരുന്നു 190. അടുത്തത് അങ്ങനെ വരുന്നു 190. അടുത്ത കളറിൽ ഇതങ്ങനെ വരുന്നു 190. ഇനി ഇതവിടെ കുറച്ചുകൂടെ സ്ഥലം ഉണ്ടാക്കണം, അങ്ങോട്ട് പോട്ടെ. അടുത്തത് അങ്ങനെ വരുന്നു. നമ്മൾ ഈ കണ്ടല്ലേ ഇത്രയും ഫാബ്രിക്കുകൾ കണ്ടു നമ്മൾ. അതിനൊക്കെ നമുക്ക് ബോട്ടം ചെയ്യാനായിട്ടോ ഇനി അല്ല ഇത് തന്നെ ആസ് സച്ച് ഇങ്ങനെ തന്നെ കോട്ട് സെറ്റ് പോലെയൊക്കെ ചെയ്യാനുള്ള രീതിയിൽ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പാറ്റേൺസ് മിക്സ് ചെയ്ത് ചെയ്യാൻ പാവുന്ന രീതിയിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈപ്സ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യമായിട്ടൊക്കെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ അജ്രക്ക് കലങ്കാരി ഹാൻഡ് ബ്ലോക്ക് ഫാബ്രിക്കുകളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇതിൻ്റെതായ റിസ്ക് ഉണ്ട്, ശ്രദ്ധിക്കണം. എപ്പോഴും പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ മെഷീൻ വാഷ് സജസ്റ്റ് ചെയ്യില്ല. പിന്നെ ഒരിക്കലും നിങ്ങൾ വാഷ് ചെയ്യാനുള്ള സോപ്പ് വെച്ച് റബ്ബ് ചെയ്തിട്ട് ബ്രഷ് ചെയ്തിട്ട് അങ്ങനെയൊന്നും നമ്മൾ ഇതിനോട് വൈരാഗ്യം കാണിക്കില്ല. സോഫ്റ്റ് ആയിട്ട് ഡീൽ ചെയ്ത് പാവങ്ങളാണ്. നല്ല കെയർ വേണം അവർക്ക്. ഡെലിക്കേറ്റ് കുഞ്ഞുങ്ങളെപ്പോലെ നോക്കണം. ഫസ്റ്റ് വാഷിന് മുമ്പ് എന്തായാലും കളർ ഗാർഡ് യൂസ് ചെയ്യുക. കളർ ഗാർഡ് എന്ന് പറഞ്ഞ ഒരു ലിക്വിഡാണ്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ സ്റ്റോറിലും അവൈലബിൾ ആണ് കളർ ഗാർഡ്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അത് ഒരുപാട് നമ്മൾ കല്ലിൽ കുത്തി അലക്കി വെയിലത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ അതിന് പണി കിട്ടും. പക്ഷേ ഏറ്റവും ഉപയോഗിക്കാൻ സുഖമുള്ള അജ്രക് ഫാബ്രിക്കുകളാണ്. അതിനെ ശ്രദ്ധാപൂർവ്വം മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ വരുന്നു. അപ്പോൾ അത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ പുതിയ കസ്റ്റമേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇങ്ങനെ വരുന്നു. ഇതിനെല്ലാം റേറ്റ് വരുന്നത് 190 റുപ്പീസ് പെർ മീറ്റർ, 190 രൂപ ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് ഇതാ വരുന്നു സ്ട്രൈപ്സ് പാറ്റേണിൽ ഇങ്ങനെ വരുന്നു 190. അടുത്തത് എങ്ങനെ വരുന്നു 190 ഇങ്ങനെ വരുന്നു 190. അപ്പോൾ സ്ക്രീൻഷോട്ട് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തോളൂ. ഇതാ ഇങ്ങനെ വരുന്നു. ഇതിൽ ഇങ്ങനെ ഞാൻ ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു കളർ വൈസ് ഇതിൻ്റെ ഒരു ഭംഗി കാണാൻ വേണ്ടി മാത്രമാണ്. ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് കഴിയുന്നതും അയക്കാതിരിക്കുക. ഞാൻ ആ സിംഗിളായിട്ട് കാണിച്ചില്ലേ അതൊന്നും അയക്കുക. കാരണം ഇതൊന്നും നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ച് ചിലപ്പോൾ മാറിപ്പോകും. അവർക്ക് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട് വരാം. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചോദിച്ച് പറഞ്ഞൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സമയം പോയി ചിലപ്പോൾ കഴിഞ്ഞു പോയി എന്ന് വരാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇതിലാണ് ഇത്രയുമാണ് നമ്മുടെ അജ്രക് കോട്ടൺ കളക്ഷൻസ് വരുന്നത്. ഇങ്ങനെ ഇനി ഞാനിതിൻ്റെ ഷോർട്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനിങ്ങനെ സെറ്റ് വൈസ് കാണിക്കുന്നുണ്ട്. ആ വീഡിയോസും കൂടെ നമുക്ക് നോക്കാം. നമുക്ക് ഇതിൽ ഇനി കാണിച്ച് സമയം കളയണ്ടല്ലോ. ഞാൻ നോക്കട്ടെ, സെറ്റ് ചെയ്യണം. നമുക്ക് അതുകൂടെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം.
അപ്പോൾ ഇതാ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം. ഇനി ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ആവാം. ഇനി ഇതാ ഇങ്ങനെ വേണമെങ്കിൽ ഇതാ ഇങ്ങനെ ആവാം. അതിൻ്റെ കൂടെ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഡാർക്ക് കളർ ബോട്ടം വേണ്ടവർക്ക് അങ്ങനെ. ഈ ബോട്ടം വെക്കുന്ന മെറ്റീരിയൽ കൊണ്ട് യോക്ക് പോലെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതാ ഇങ്ങനെ ആവാം. ഇത് കണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ മാർക്ക് ചെയ്യുക. ടോപ്പിന് ഒരു 1.5 മീറ്ററാണ് നോർമൽ ടോപ്പിന് വേണ്ടത്. 2 മീറ്റേഴ്സ് മതിയാവും ബോട്ടത്തിന്. ഇങ്ങനെ ആവാം. ഇനി ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ആവാം. ഇനി ഇതാ ഇങ്ങനെ ആവാം. അത്രയും. ഇനി നമുക്ക് ചിലത് ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തി വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നത്. ഇതാ ഇങ്ങനെ ആവാം. ഇനി ഇതാ ഇങ്ങനെ ആവാം. ഇങ്ങനെ ആവാം. ഇതിൻ്റെ കൂടെ നമുക്ക് ആ നേരത്തെ കാണിച്ച ഇൻഡിഗോ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ. ഇനി ബ്ലാക്ക് എടുത്ത് ആ ഒരു ബ്ലാക്ക് ഇൻഡിഗോയും കൂടെ വെച്ച് കാണിച്ചു കൊടുക്കാം. ഇത് കണ്ടോ ഇങ്ങനെ ആവാം. ഇനി ഇതാ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇനി ഇതാ ഇങ്ങനെ സെറ്റ് ചെയ്യാം. അത്ര. ഇനി ഗ്രീനിന് അത്ര ബുദ്ധിമുട്ടില്ല. ഈ മെറൂൺ അതിനൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇതാ ഗ്രീനൊക്കെ കമ്പൽസറി കളർ ഗാർഡ് യൂസ് ചെയ്യണേ. ഇങ്ങനെ വരുന്നു. ഇതാ ഇങ്ങനെ എടുക്കാം. ഇനി ചെറിയ പ്രിൻറ്റും വലിയ പ്രിൻറ്റും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ ആവാം. അപ്പോൾ ഗ്രീൻ ഫാമിലി. ഇങ്ങനെ വരുന്നു. ഓറഞ്ചിൽ ആ ലൈൻസ് ഇതാ ഇങ്ങനെ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ ആവാം. ഇനി വരുന്നു യെല്ലോ ഇതങ്ങനെ വരുന്നു. ഇങ്ങനെ ആവാം. ഇങ്ങനെ. ഇനി നമുക്ക് അടുത്ത ഫാബ്രിക് കാണാം. നമ്മൾ നമ്മുടെ ചോക്ലേറ്റ് മൂവി ഹിറ്റാക്കി അന്ന് പിന്നെ നമ്മൾ ഫാബ്ലൈൻസിൽ വന്ന് ആ ഒരു തരംഗമായി മാറി. ഒത്തിരി പേര് ഇങ്ങനെ ഡ്രസ് കോഡിനും അല്ലാതെയൊക്കെ കൊണ്ടുവന്ന സംഭവങ്ങൾ വീണ്ടും ആ പോൾക്ക ഡോട്ട്സ്. ഇത് ജോർജറ്റിലാണ്. കോട്ടണിൽ ചോദിച്ചവർക്ക് കോട്ടണിൽ ഈ പോൾക്ക ഡോട്ട്സ് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ട് പോസിബിൾ ആണ്. നമ്മൾ ഹാൻഡ് ബ്ലോക്കിൽ ഒരു മിനിമം ബ്ലാക്കും വൈറ്റും കൊണ്ടുവന്നിരുന്നു. ഡിജിറ്റൽ പ്രിന്റ് ആകുമ്പോൾ ഒരു ചെറിയ മിക്സ് വരും. പോളി മിക്സ് വരുന്ന ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത പക്ക കോട്ടണിൽ ഡിജിറ്റൽ പ്രിന്റ് പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെ ഒക്കെ ആണെങ്കിൽ ഞാൻ കൊണ്ടുവരാമെന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ വരുന്നു നമ്മൾ പോൾക്ക ഡോട്ട്സ്. ഇത് കാരണം സോഫ്റ്റ് ജോർജറ്റ് ആണ് ഇതിൽ വരുന്നു. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിഡ്ത്ത്, 120. സാരി ആയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടവർക്ക് സാരി ആയിട്ട് ബണ്ടിൽ തൊടുമ്പോഴത്തേക്ക് ഒഴുകി പോകുന്ന അത്രയും ഫ്ലോയിങ് ഫാബ്രിക്സ്. അതാ അംബർല കട്ടിംഗ് ആയിട്ട് ഫ്ലെയർഡ് ആയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് കളർ അങ്ങനെ വരുന്നു. 120 റുപ്പീസ് പെർ മീറ്റർ, 120 രൂപ പോകുന്നുണ്ട്. ഇത് ഷോർട്ട്സും കൂടെ എടുത്തിട്ട് വെച്ചത്, അപ്പോഴത്തേക്കും അത് അങ്ങനെ ഈ പരിവായി. ഇതുണ്ടോ ഇങ്ങനെ വരുന്നു. യെല്ലോ 120. ഇങ്ങനെ വരുന്നു. നല്ലൊരു ഓറഞ്ച് കളർന്ന് റെഡിലേക്ക് എത്തുന്ന കളറ് 120 റുപ്പീസ് പെർ മീറ്റർ, 120 രൂപ മീറ്റർ റേറ്റ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഫാബ്രിക് ഒരു കിഡു ഫാബ്രിക്കാണ്. ഇത് കണ്ടോ, ഒരു ഓഫ് വൈറ്റ് ലൈറ്റ് ഷെയ്ഡിൽ നല്ലൊരു പ്രീമിയം ഫാബ്രിക് നോക്കുന്നവർക്ക് ഇത് ലിനൻ ആണ് വരുന്നത്. ആ ഒരു ലിനനിൽ പക്ക ലിനനല്ല, കുറച്ചൊരു കോട്ടൺ ബ്ലെൻഡ് വന്നിരിക്കുന്ന ലിനനാണ്. എന്നാൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം ഫാബ്രിക്കാണ്. ഈ കാണുന്നത് പ്രിൻ്റ് അല്ല, നല്ലൊരു ഫൈൻ എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. ഫിനിഷിംഗ് ഉള്ള വർക്കാണ് വരുന്നത്. ഇതാണ് നല്ല വശം, ഇത് ഉൾവശം. ഇങ്ങനെ വരുന്നു. നമ്മൾ ഈ ഒരു പ്രീമിയം ഫാബ്രിക്സ് യൂസ് ചെയ്യുമ്പോൾ വളരെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇതിന് തിക്നെസ് വൈസ് നോക്കുകയാണെങ്കിൽ ക്രേപ്പ് ലൈനിങ് വെച്ചാലാണ് ഒട്ടും സീ ത്രൂ അല്ലാതെ ഇരിക്കുക. പക്ഷേ ക്രേപ്പ് കംഫർട്ടബിൾ അല്ലാത്തവർക്ക് കോട്ടൺ ലൈനിങ് വെക്കാം. കോട്ടൺ ലൈനിങ് വെക്കുമ്പോൾ അത് ഒരുപാട് തിക്കല്ല. അപ്പോൾ അതിനൊന്ന് നിങ്ങൾക്കൊന്ന് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇന്നർ യൂസ് ചെയ്താൽ മതിയായിരിക്കും. ചെറിയ സ്ലിപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാം കോട്ടൺ ചെയ്യുമ്പോൾ. ഇനി അതല്ല, അത് പ്രശ്നമില്ലാത്തവർക്ക് ക്രേപ്പ് ലൈനിങ് വെക്കാം, അല്ലെങ്കിൽ ബ്ലൗസ് പീസിൽ ലൈനിങ് വെക്കാം. അതും നമ്മൾ ഒരുപാട് തിക്കല്ല, അത്രയും സോഫ്റ്റ് ഫാബ്രിക്കാണ്. ഇങ്ങനെ വരുന്നു. എന്നാൽ അതിന് ആ ഒരു ലിനന് ഒന്നുകൂടെ സ്ട്രെങ്ത് കൊടുക്കാനായിട്ട് കോട്ടൺ ത്രെഡ് വന്നിരിക്കുന്നതുകൊണ്ട് നല്ല ഫിനിഷിങ്ങിൽ വരുന്നൊരു വർക്കാണ്, എംബ്രോയിഡറി വർക്കാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യാനാണെങ്കിലും ബൊട്ടിക്കാർ മിസ്സാക്കണ്ട കേട്ടോ. ഇത് വരുന്ന നല്ല പ്രീമിയം ഫാബ്രിക്കാണ് വരുന്നത്. 320 റുപ്പീസ് പെർ മീറ്റർ, 320 രൂപ. ലിനനിൽ എംബ്രോയിഡറിയാണ് വന്നിരിക്കുന്നത്, പ്രിൻ്റ് അല്ല, ഇത് എംബ്രോയിഡറിയാണ്. ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് റേഞ്ചിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് പീസിലേക്ക് ഇത് എടുത്തിട്ട് 1.5 ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ സ്ലീവും കൂടെ ഒപ്പിക്കാം, നോർമൽ സൈസ്. അതെന്താ പ്ലെയിൻ ഫാബ്രിക്കും വന്നിട്ടുണ്ട്. ഇതിന് 150 റുപ്പീസ് പെർ മീറ്റർ, 150 രൂപ. അപ്പോൾ ഷർട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇത് കോട്ടൺ ബ്ലെൻഡ് വന്ന ബ്ലെൻഡായ ലിനൻ ഫാബ്രിക്കാണ്. 150, 150 രൂപ. ഇനി നെക്സ്റ്റ് ഞാൻ ഈ ഒരു കളറിനോട് ചേരുന്നു വിചാരിച്ച് ദുപ്പട്ട ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കളർ എടുത്തത്. പക്ഷെ നോക്കുമ്പോൾ ഇതൊരു വൈറ്റ് ബേസിലാണ് വരുന്നത്. നമ്മൾ പക്ഷേ നല്ല ഭംഗിയുള്ള ആ ഒരു പീച്ച് കളർ ബുട്ടീസ് വന്നിരിക്കുന്ന കോട്ടൺ ബുട്ട ഫാബ്രിക് അങ്ങനെ വരുന്നു. പക്ഷെ നോക്കുമ്പോൾ കണ്ട് ഇത്രയും ഡിഫറൻസ് വരുന്നുണ്ട്.
പിന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഇട്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം. അല്ലെങ്കിൽ ആസ് സച്ച് ഇത് തന്നെ ഫ്രോക്ക് ചെയ്യേണ്ടവർക്ക് ഒരുപാട് ബൊട്ടിക്കുകാരൊക്കെ ഫ്രോക്ക് ചെയ്യാനൊക്കെ ആയിട്ട് മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് എടുക്കുന്നുണ്ട്. ഇത് അങ്ങനെ വരുന്നു. അപ്പോൾ നമ്മളൊരു പക്ക ഹോൾസെയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യൂ. അപ്പോൾ നമുക്ക് എന്താ 100+ മീറ്റേഴ്സ് എടുക്കുന്നവർക്ക് അതിൻ്റേതായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഇതിന് 200 റുപ്പീസ്, 200 രൂപ. ഇപ്പോൾ ഞാൻ വെയർ ചെയ്തതിൽ നമുക്കിനി ഞാൻ ഈ കോട്ടൻ്റെ അന്ന് ഓർമ്മയില്ല, അതിൽ നമുക്ക് കോട്ടൺ കോട്ടയിൽ എംബ്രോയിഡറി വന്നിരിക്കുന്ന ഫാബ്രിക്കാണ്. ഇതിൽ നമുക്കിനി ഒരുപാടില്ല. എല്ലാത്തിലും ഇതിന് വർക്ക് മെറ്റീരിയൽ ഇതങ്ങനെ വരുന്നു 480. ഞാനിതിൽ 2.5 മീറ്റേഴ്സ് എടുത്തിട്ട് ടോപ്പ് ചെയ്തു, 2 മീറ്റേഴ്സ് ബോട്ടം ചെയ്തിട്ട് ഇതിൻ്റെ ദുപ്പട്ട കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ടയ്ക്ക് ഒരു 1.7 1.25 മീറ്റർ എടുത്തിട്ട് വിടുത്ത് കുറച്ചിട്ട് ദുപ്പട്ട ചെയ്താൽ ദുപ്പട്ട എടുക്കാൻ പറഞ്ഞത് വീട്ടിലാണ്. ഇങ്ങനെ വരുന്നു, ഇതാ വരുന്ന ഫാബ്രിക് 480 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. മാച്ചിങ് പ്ലെയിൻ വരുന്നുണ്ട് 150, 150 രൂപ. ഞാൻ ഫ്രണ്ട് ആൻഡ് ബാക്ക് പീസ് മൊത്തം വർക്ക് മെറ്റീരിയലാണ് ചെയ്തത്. ബോട്ടം പ്ലെയിനിൽ ലൈനിങ് വെച്ചിട്ടാണ് ചെയ്തത്. ഇങ്ങനെ വരുന്നു. ഇതിന് ക്രേപ്പ് ലൈനിങ്ങും ബോട്ടത്തിന് കോട്ടൺ ലൈനിങ്ങും കൊടുത്തു. നമുക്കിനി ഇതിൽ ഉള്ള കളേഴ്സ് ഇനി കാണാം. അന്നത്തെ ആ ഒരു വീഡിയോ ഒക്കെ മിസ്സായിട്ടുള്ളവർക്ക് ഇതൊരു നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് പോലെ ഈ സമ്മർ സീസണിൽ വളരെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ കോട്ടയിൽ ലേസ് വർക്കും എംബ്രോയിഡറിയും കൂടിയിട്ടുള്ള പ്രീമിയം ഫാബ്രിക്കാണ്. 480 റുപ്പീസ് പെർ മീറ്റർ. അതിന് പ്ലെയിൻ വരുന്നു 150. സെറ്റ് വൈസ് ആണ്. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 1.5 മീറ്റേഴ്സ് ആണ് വർക്ക് മെറ്റീരിയലിൻ്റെ. നെക്സ്റ്റ് പൗഡർ ബ്ലൂ ഷെയ്ഡിൽ ഇത് അങ്ങനെ വരുന്നു. ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചാൻസ് ആണ്. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് ഇതാ വരുന്നു അതിനും ചേരുന്ന പ്ലെയിന്. അപ്പോൾ സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഇതാ വരുന്നു ഓഫ് വൈറ്റിൽ. ഇതാ വരുന്നു ഓഫ് വൈറ്റ് നമുക്ക് ഇഷ്ടം പോലെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇതിലെ വരുന്നു 480, 480 രൂപ. അതിനിതാ വരുന്നു ഇങ്ങനെ വരുന്നു. പ്ലെയിൻ ഫാബ്രിക് 150, 150 രൂപ. അജ്രക് കോട്ടൺ ദുപ്പട്ടാസിട്ട് അതങ്ങനെ വരുന്നു. അപ്പോൾ നമ്മൾ ഫാബ്രിക് കണ്ടല്ലോ, ഫാബ്രിക്കിൽ നിങ്ങൾ സിംഗിളായിട്ട് ടോപ്പായിട്ടോ അല്ലെങ്കിൽ കോട്ട് സെറ്റ് പോലെയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ദുപ്പട്ട കൂടി വേണമെങ്കിൽ ഇത് അങ്ങനെ പറ്റും. അജ്രക് സ്റ്റോൾസ് കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചിരുന്നു. 390, 390 രൂപയ്ക്ക് 2 മീറ്റേഴ്സ് വരുന്ന സ്റ്റോൾസ്. അതിൽ കുറേ എണ്ണം കഴിഞ്ഞു പോയി. അത് നമ്മൾ ചെയ്ത് വരും കേട്ടോ. ഇത് നമ്മൾ അജ്രക്ക് മൊഡാൽ ഈ കലങ്കാരി വരുന്നുണ്ട്. അതല്ലാതെ സ്റ്റോൾസ് ആയിട്ടും മൊഡാൽ സിൽക്കിൽ ദുപ്പട്ടാസൊക്കെ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു പ്രിൻറ്റ് കഴിഞ്ഞു പോയാലും പിന്നെ നമ്മൾ നെക്സ്റ്റ് ബാച്ച് ഓർഡർ ചെയ്ത് വരാനുള്ളൊരു സാവകാശം വേണ്ടി വരും. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് വേണ്ടവർക്ക് നിങ്ങൾ റീഫണ്ട് വാങ്ങിക്കോളൂ. അല്ലാത്തവരൊന്ന് വെയിറ്റ് ചെയ്താൽ നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഓരോന്നും ചെയ്ത് വരാനുള്ളൊരു സാവകാശം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ അജ്രക്കിലെ സ്റ്റോൾസിലും നമ്മൾ റീഓർഡർ ചെയ്ത് വരും. അപ്പോൾ കുറച്ചൊരു സാവകാശം വേണ്ടി വരും. അത് കാരണം ഒരു ബാച്ച് നമ്മളെല്ലാം ചെയ്യുന്ന ഒരു കൂട്ടെടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അജ്രക്ക് കഴിഞ്ഞ് ഒരു മൊഡാലിൻ്റെ പ്ലെയിനിൻ്റെ ഓർഡർ ഉണ്ടാവും. നമ്മളതിൻ്റെ പ്രിൻറ്റ് വരും. അത് ഓരോന്നും ചെയ്ത് വരാനുള്ളൊരു സാവകാശം. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് അജ്രക് കോട്ടണിൽ ദുപ്പട്ടാസാണ്. 2.5 മീറ്റേഴ്സ് ലെങ്ത്ത് വരുന്ന ദുപ്പട്ടാസാണ്. വളരെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് നല്ല ലെങ്ത്തി ദുപ്പട്ടയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ വരുന്നു. സോഫ്റ്റ് മൽക്കോട്ടണിൽ പ്രീമിയം ദുപ്പട്ടാസാണ് വരുന്നത്. 500 റുപ്പീസ്, 500 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യെല്ലോയിൽ കണ്ടു വെറൈറ്റീസ്. നെക്സ്റ്റ് ഇൻഡിഗോയിൽ വരുന്ന വെറൈറ്റീസ്. എൻഡിലേക്ക് ബോർഡർ വരുന്ന പ്യുവർ കോട്ടൺ. ഞാൻ ഫാബ്രിക്കിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ ഈ പ്രീമിയം കോട്ടൺ ഫാബ്രിക്സ് ഒന്നും മെഷീൻ വാഷ് ചെയ്യരുത്. വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസിനുള്ള ക്ലോത്ത്സ് അല്ലെങ്കിൽ നമ്മൾ ഹോം വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ, ബെഡ്ഷീറ്റ്സ് അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് മാക്സിമം യൂസ് ചെയ്യുക. നമ്മൾ ഈ നല്ല ഫാബ്രിക്കുകൾ എപ്പോഴും അതിൻ്റെ ഒരു ലോങ് ലൈഫിനൊക്കെ ആയിട്ട്, കാരണം ഒരുപാട് നേരം ആ ഒരു ഡിറ്റർജൻറ്റിൽ ഇങ്ങനെ മെഷീനിൽ കിടന്ന് കറങ്ങുമ്പോൾ അതിൻ്റെ ഫിനിഷിങ് അതിൻ്റെ ബ്രൈറ്റ്നെസ് ഒക്കെ പോകും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഫസ്റ്റ് വാഷിന് മുമ്പ് ഒന്ന് കളർ ഗാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ലോങ് ലൈഫ് അതിനൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നു. കോട്ടണിൽ അജ്രക് പ്രിൻറ്റ് ദുപ്പട്ടാസാണ് വരുന്നത്. 500 റുപ്പീസ്, 500 രൂപ ഇങ്ങനെ വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നോക്കിയിട്ട് ഓർഡർ ചെയ്ത്. നമ്മൾ റെഗുലറായിട്ട് കഴിഞ്ഞാലും നമ്മൾ ഇങ്ങനെ റെഗുലറായിട്ട് ചെയ്യുന്ന പ്രിൻറ്റുകളാണ് ഇങ്ങനെ വരുന്നു. ഇനിയിപ്പോൾ നമുക്ക് സമ്മറിൽ ഇനിയും വരും കേട്ടോ. അപ്പോൾ ഓരോന്നും ഇപ്പോൾ കഴിഞ്ഞ് പോയാലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടവർക്ക് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ വരുന്നു. 500 റുപ്പീസ്, 500 രൂപയാണ് വരുന്നത്. അജ്രക് കോട്ടൺ ദുപ്പട്ടാസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. ഇതാ ഇങ്ങനെ വരുന്നു. ലാസ്റ്റ് ഡിസൈൻ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇനിയും ഒരുപാട് വെറൈറ്റി നമ്മളിപ്പോൾ എന്നും കാണുന്നുണ്ട്. നിങ്ങൾ ആവശ്യപ്പെട്ട ഓരോ ഐറ്റംസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ വീഡിയോയും മിസ്സാവാതെ കാണാം. നമുക്ക് എന്നും വീഡിയോസ് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് അഥവാ നോട്ടിഫിക്കേഷനൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് അയച്ചു തരും. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ ഞാൻ അധികം ലിങ്ക്സ് ഷെയർ ചെയ്യാൻ തന്നെ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ അപ്ഡേറ്റ്സ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, സമയക്കുറവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക്സ് പ്രോപ്പർലി കിട്ടുന്നുണ്ടോ നോക്കുക. നോട്ടിഫിക്കേഷൻ ബട്ടണൊക്കെ എനേബിൾ ചെയ്ത് വെച്ചിട്ട് ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ലിജി.